മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിന്റെ ഒരു സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ നോക്കാം. മോഡല് ഇതില് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. गर्मी के मौसम में एक भूखे शेर गुफा से निकला। रास्ते में एक खरगोश को देखा और उसने तुरंत खरगोश को पकड़ा। उसने सोचा इससे मेरा पेट नहीं भरेगा। गर्मी के मौसम में एक भूखे शेर गुफा से निकला. വേനൽക്കാലത്ത് വിശന്ന് വലഞ്ഞ ഒരു സിംഹം ഗുഹയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. രാസ്തേമയൊക്കെ ഖർഗോശുക്കോ ദേക്ക, വഴിയിൽ വെച്ച് ഒരു മൊയിലിനെ കണ്ടു. ഉസ്നെ തുരന്ത് ഖർഗോശുക്കോ പക്കട, പെട്ടെന്ന് തന്നെ ഖർഗോശിനെ പിടിച്ചു. സിംഹം ഖർഗോശിനെ പിടിച്ചു. ഉസ്നെ സ്വച്ച, എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഇസ്സേ മേരാ പേട്ട് നഹീ ഭരേഗ, ഇതുകൊണ്ടൊന്നും എൻ്റെ വയറ് നിറയുകയില്ല. കോൻസാ മൗസം ദാ, ഏത് മൗസം, ഇവിടെ ഏത് മൗസമാണ് പറയുന്നത്? ഏത് മൗസമാണ് പറയുന്നത്? ഗർമിക്ക മൗസം അല്ലേ? ഇതിൽ നിങ്ങളുടെ ആൻസറിലുണ്ട് ഗർമിക്ക മൗസം. അടുത്ത ഷേർക്കോ ക്യാ ലഗ് രഹാ, ഷേറിന് എന്താണ് അനുഭവപ്പെട്ടത്? ഭൂഖേ അല്ലേ, എന്താണ്? വിശപ്പാണ് അനുഭവപ്പെട്ടത് അല്ലേ? വിശന്നിട്ടാണ് ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ എന്താണ്? ഭൂഖ്. ഷേർ കഹാം സേ നികല, എവിടെ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്? ഗുഹ, ഗുഫാസയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഷേർ ഗുഫാസേ. രാസ്തേമേ ഷേർ കിസ്കോ ദേക്ക, വഴിയിൽ വെച്ച് ഷേർ എന്തിനെയാണ് കണ്ടത്? ഖർഗോശുക്കോ അല്ലേ? ആരെയാണ് കണ്ടത്? ഖർഗോശ്. ഇനി അടുത്ത നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. ഇസ്സേ മേരാ പ്യാസ് നഹീ മിട്ടേക, ഇസ്സേ മേരാ പ്യാസ് മിട്ടേക, ഇസ്സേ മേരാ പേട്ട് നഹീ ഭരേക. ഇതാണ് കറക്റ്റ് അല്ലേ? ഇതുകൊണ്ട് എൻ്റെ വയറ് നിറയുകയില്ല. ഇസ്സേ മേരെ പേട്ട് നഹീ ഭരേക നിങ്ങളുടെ പാരഗ്രാഫിലുണ്ട്. എന്താണ് അതിൻ്റെ ആൻസർ? ഇസ്സേ മേരാ പേട്ട് നഹീ ഭരേക. ഇനി അടുത്ത നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയിൽ നിന്നാണ് തന്നിരിക്കുന്നത്. ബയാ ഹമാരി ചിടിയ റാണി തിനക്കെ ലാക്കർ മഹൽ ബനാത്തി, ഊഞ്ചി ഡാലോം पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी. പക്ഷി के लिए कविता में प्रयुक्त शब्द कौन सा है? പക്ഷി എന്നതിന് കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചിടിയ അല്ലെ? പക്ഷിക്ക് എന്താ പറയാ? ചിടിയ. നിങ്ങൾക്ക് ഇവിടെ ആൻസറിലുണ്ട് ചിടിയ. അടുത്ത നോക്കാം. ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. 2 ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞത്. ചിടിയ തിൻകെ സേ മഹൽ നഹീ ബനാത്തി ഹെ, ചിടിയ തിൻകെ സേ മഹൽ ബനാത്തി ഹെ, പക്ഷി പുൽക്കൊടികൾ കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുന്നു. അതാണ് ശരി അല്ലേ? ചിടിയ തിൻകെ സേ മഹൽ ബനാത്തി ഹെ, ചിടിയ മഹൽ ബനാക്കർ ഊഞ്ചി ഡാലോം പർ ലട്കാത്തി ഹെ. ശരിയാണോ തെറ്റാണോ? അടുത്തും കൂടെ വായിക്കാം. ചിടിയ മഹൽ ബനാക്കർ ഊഞ്ചി ഡാലോം പർ നഹീം ലട്കാത്തി ഹെ. ഇതിലേതാണ് ശരി? ഇതാണ് ശരി അല്ലേ? ലട്കാത്തി ഹെ. ചിടിയ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ഉയർന്ന മരത്തിന്റെ ഉയർന്ന കൊമ്പില് തൂക്കിയിടുന്നു. ചിടിയ റാണി ഖേത്തോं से दाना और नदियों से पानी लाती है. ചിടിയ റാണി വയലിൽ നിന്നും ധാന്യവും അതുപോലെ തന്നെ നദികളിൽ നിന്ന് വെള്ളവും കൊണ്ടുവരുന്നു. ആശയ് വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയേ, ഈ അർത്ഥം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ ലൈന് തന്നിട്ട് നിങ്ങളോട് ആശയ് വാലി പങ്ക്തിയാന്ന് കണ്ട ഉടനെ മനസ്സിലാക്കുക എന്താണ്? കവിതയിൽ നിന്നും വരി എടുത്തെഴുതാനാണ് എന്ന് മനസ്സിലാക്കുക. പങ്ക്തി എന്ന് പറഞ്ഞാൽ ലൈന്, വരികൾ. കവിതയുടെ വരികളാണ് പങ്ക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം. മനസ്സിലായോ? പല കുട്ടികളും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധിക്കണമെന്ന്. പങ്ക്തിയാൻ പറഞ്ഞാല് വരികൾ എഴുതാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഏകദേശം സാമ്യമുള്ളത് നോക്കിയിട്ട് ആ വരി എടുത്തെഴുതുക. खेतों से फिर दाना लाती, नदियों से भर लाती पानी. പാനി ദാന, പാനി ദാന എന്നൊക്കെ അതിലുണ്ട് നോക്കുക. പാനി ഉണ്ട്, ദാന ഉണ്ട്. ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞത് എന്താണ് അങ്ങനെ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. സഹായ ബിന്ദുവം പർ ധ്യാന ദേ.
വാർത്താലാപ് പൂർത്തീകരിയും. ഇവിടെ തന്നിരിക്കുന്ന വാർത്താലാപ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയും ഗുഡലിയും തമ്മിലുള്ള വാർത്താലാപാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ വാർത്താലാപം നിങ്ങളൊന്ന് എല്ലാ സെന്റൻസും പഠിച്ചു വെക്കുക. കാരണം ഒരു പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് പോയിന്റ് തരാതെ സ്വയം വാർത്താലാപം ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വാർത്താലാപം ഒന്ന് ശരിക്കും പഠിച്ചു വെക്കാം. അപ്പൊ നോക്കാം. ഗുഡലി ഇത്തനി ഭീഗി ക്യോം? അമ്മ ചോദിക്കാണ്, ഗുഡലി നീ എന്താണ് ഇങ്ങനെ നനഞ്ഞത്? അപ്പൊ എന്താണ് ഗുഡലി അതിന് ഉത്തരം പറയാ? മേം ഓർ ഗുഡു ബർസാത്തി നാലേ മേം ഖേൽ രഹേ ഥേ. ഞാനും ഗുഡുവും എന്താണ് ബർസാത്തി തോട്ടിൽ കളിക്കുകയായിരുന്നു. മഴ പെയ്തതിനു ശേഷം ഇവരെന്താ ചെയ്തത്? ആ മഴ കൊണ്ടുണ്ടായിട്ടുള്ള തോട്ടിൽ കളിക്കുകയായിരുന്നു. ഒന്നാമത് ഇതാണ് എഴുതേണ്ടത് അല്ലേ? ഒന്നാമത്തെ പോയിന്റ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് അതാണ്. ഇസ് ബാരിഷ് മേം, ഈ മഴയിലോ ക്യാ ക്യാ ഗേലെ, എന്തൊക്കെ കളിച്ചു? അപ്പൊ എന്താണ് പറയാ? രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഹാ മാം, ഞങ്ങള് ഈ മഴയിലാണോ ചോദിച്ചതിന്റെ ഉത്തരാണ് കേട്ടോ. ഹാ മാ, അതെ അമ്മേ. പത്തേക്ക് നാവ് മേ മേണ്ടക്ക് ലാൽ കാലെ കീടെ കേഞ്ചുവ ഓർ ചീംട്ടെ കോ ബിഠാക്കർ ഗേലേ. ഞങ്ങള് ഒരു ഇല കൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് അതിൽ തവളയെയും ചുവപ്പും കറുപ്പുമുള്ള കീടത്തിനെയും മണ്ണിരയെയും ഉറുമ്പിനെയും ഒക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾ കളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കളിച്ചത് എന്ന് പറയാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഇവിടെ എഴുതേണ്ട പോയിന്റ് ആണ് അതെ രണ്ടാമത്തത്. ഇനി അടുത്തത് നോക്കാം. ഫിർ ക്യാ ഹുവാ, പിന്നെ എന്തുണ്ടായി? അങ്ങനെയൊക്കെ കളിച്ചല്ലോ, പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കാണ്. അപ്പൊ ഗുഡലി എന്താണ് പറയുന്നത്? നാവ് പലട് കർ സബ് പാനി മേ ഗിർ ഗയേ. ഞങ്ങൾ അങ്ങനെ കളിക്കുകയായിരുന്നു, തോണി മറിഞ്ഞ് എല്ലാ ജീവികളും എന്തായി? വെള്ളത്തിലേക്ക് വീണു. നാവ് പലട് കർ സബ് പാനി മേ ഗിർ ഗയേ, അതാണ് മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഈ മൂന്നാമത്തെ സെന്റൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളതിനനുസരിച്ചാണ് പറയണത് കേട്ടോ. മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട് വരുന്നത്. ഐസാ നഹീം കർണാ ചാഹിയേതാ. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്മ പറയാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാ. അപ്പൊ ഗുഡലി എന്താ ചോദിക്കണത്? ഗുഡലി എന്താ ചോദിക്കുക? ക്യോ മാം, അവള് ചോദിക്കാണ് അതെന്താണ് അമ്മേ, എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എന്താണെന്ന്. ക്യോ, എന്തുകൊണ്ട് അമ്മേ ചോദിക്കാണ്. അപ്പൊ എന്താണ് ആൻസർ പറയുന്നത്? ഹമേ ജീവജന്തുക്കോ പരേശാനയും കർണാ ചാഹിയെ. നമ്മൾ ജീവജാലങ്ങളെയൊന്നും പ്രയാസപ്പെടുത്താൻ പാടില്ല. അതാണ് അമ്മയുടെ മറുപടി. അപ്പൊ നിങ്ങളിത് ഇവിടെ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ എഴുതിയെടുക്കുക. പോയിന്റ് ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് 1 2 3 4 അങ്ങനെ നിങ്ങൾ ഈ ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? എഴുതി എടുത്തിട്ട് പഠിക്കുക. 1 2 അവിടെ നമ്പർ ഇട്ടതിനനുസരിച്ചിട്ട് ഇവിടേക്ക് എഴുതുക. ഓക്കെ, ഇത് 3, പിന്നെ ഇവിടെയോ 4 എന്ന് എഴുതുക. ബാക്കി നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതും കൂടെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിനൊരു വാർത്താലാപാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്താലാപാണ് കേട്ടോ. ഇനി അടുത്തത് क्वेश्चन ആണ്. गुड्डू और गुडली पत्ते की नाव बनाए, नाव की विशेषता बनाने. വിശേഷൺ ശബ്ദമാണ് ചോദിച്ചത് ഇവിടെ. വിശേഷൺ ശബ്ദം, നാവ് എന്നതിന്റെ വിശേഷൺ ശബ്ദം. പത്തേക്ക് നാവ് അല്ലേ? അപ്പൊ വിശേഷൺ ശബ്ദം ഏതാണ്? പത്തേക്ക്. ഏതാണ് വിശേഷ ശബ്ദം? പത്തേക്ക്. നാവ് എന്നതിന്റെ വിശേഷ ശബ്ദം ഏതാണ്? പത്തേക്ക്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം. നിമ്മിക്ക കൽ ബർത്ത്ഡേ. ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. आज सुबह से वो तोहफों को गोल गोल कर देखने में लगी. ഇന്ന് രാവിലെ മുതൽ അവൾ സമ്മാനങ്ങളൊക്കെ തുറന്നു നോക്കാൻ തുടങ്ങി. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർ താ. വിനോദ് അങ്കിൾ നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെ സുന്ദരമായിരുന്നു. വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ക്യാ തോഫ ദിയ. വിനോദ് അങ്കിൾ നിമ്മിക്ക് നൽകിയ സമ്മാനം എന്തായിരുന്നു? എന്താണ്? ബർത്ത്ഡേ കാർഡ് അല്ലെ? ഇതിൽ പറയണുണ്ട് എന്താണ് വിനോദ് അങ്കിൾ നൽകിയത്? ബർത്ത്ഡേ കാർഡ്. വിനോദ് അങ്കിൾ ദിയ ബർത്ത്ഡേ കാർഡ്. എന്താണ്? ബർത്ത്ഡേ കാർഡ്. അടുത്ത നോക്കാം. സങ്കേതമൊക്കെ ആധാർ പർ നിമ്മിക്ക് ഡയറി തയ്യാർ കരേ. നിമ്മിയുടെ ഡയറി നിങ്ങൾ എഴുതി പഠിച്ചതാണ്, അത് തന്നെ ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ സൂചന തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഡയറി തന്നെ എഴുതുക. ഈ നിമ്മിയുടെ ഡയറി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, നിങ്ങളുടെ ഈ ചാപ്റ്ററിന് വേണ്ടി തന്നെ ചെയ്തതാണ്. അപ്പോൾ ആ എന്താ പറയുക, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഹിന്ദി വിന്നറിൽ ആ വീഡിയോ ഉണ്ട്, അത് കാണുക. അതിൽ നിമ്മിയുടെ ഡയറി എഴുതിയിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത്
അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് संकेतों की सहायता से जीवों को जीने दो विषय पर टिप्पणी लिखे. ഇതും നേരത്തെ ചെയ്തതാണ്. ജീവോं को जीने दो എന്ന വിഷയത്തിൽ ടിപ്പണി ചെയ്തതാണ്. നിങ്ങൾ സ്കൂളിലേക്ക് വേണ്ടിയും ചെയ്തതാണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി ആയിരുന്നു. അപ്പം നിങ്ങൾ ചെയ്തതാണിത്. ആ ആൻസർ തന്നെ പഠിക്കാം. ഓക്കെ, സഹി വാക്യ ചുൻകർ ലിഖിയാണ് അടുത്തത്. जीवों का संरक्षण करना हमारा कर्तव्य है. जीवों का संरक्षण करना हमारा कर्तव्य नहीं है. ജീവികളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമല്ല എന്നാണ് രണ്ടാമത്തെ സെന്റൻസ്. തെറ്റാണ് അല്ലേ? ഒന്നാമത്തെ സെന്റൻസ് എന്താണ്? ജീവികളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതാണ് ശരി, അത് എഴുതാം. ഇനി ആറാമത്തെ ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. രണ്ട് പടയും പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. നീനു സാത്വീം കക്ഷാമേ പഠിത്തി ഹെ. നീനു 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നീനു കാ ജന്മദിൻ. നീനു ജനിച്ചത് 16 സെപ്റ്റംബർ 2024-ലാണ്. നീനു കാ ബധായി ദേത്തെ ഹുയെ ബർത്ത്ഡേ കാർഡ്. നീനുവിന് ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നീനു കാ ജന്മദിൻ കബ് ഹെ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നീനുവിന്റെ ജന്മദിനം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അതിന്റെ ആൻസർ കിട്ടും. നീനു കാ ജന്മദിൻ 16 ഡിസംബർ 2024. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ അങ്ങോട്ട് എഴുതാം. ഇനി ബർത്ത്ഡേ കാർഡാണ്. ബർത്ത്ഡേ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം. ബർത്ത്ഡേ കാർഡ് ഇതാണ്. ബർത്ത്ഡേ കാർഡ്. പ്രിയ സഹേലി നീനു, ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായേ, 16 ഡിസംബർ 2024, പ്യാർ കെ സാത്ത് തുമാരാ ദോസ്ത് നാം. ഇതാണ് ബർത്ത്ഡേ കാർഡ്. ഓക്കെ, അപ്പൊ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. വാർത്താലാപം പഠിക്കണം, ഇതും പഠിക്കണം. രണ്ടും നിങ്ങൾ പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടും. പിന്നെ അതുപോലെ ടിപ്പണിയും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ചെയ്തു വെച്ച ആൻസർ കാണിച്ചു തരാം. ഫസ്റ്റിലുണ്ട് സഹി ഉത്തറിലേക്ക്. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചതാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഗർമിക്ക ബൂക്ക തൂഫാസെ ഗുഹാസെ ഗർഗോഷിക്കോ ഇസ്സെ മേരാ പേട്ട് നഹി ഭരേഗ. ഇത്രയും നമ്മൾ അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചതാണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി चिड़िया तिनकों से महल बनाती है. चिड़िया महल बनाकर ऊंची डालों पर लटकाती है. പിന്നെന്താ? ഗേത്തോं से फिर दाना लाती, नदियों से भर लाती पानी. അത് നമ്മൾ നോക്കിയതാണ് അല്ലേ? ഇനി അടുത്തത് വാർത്താലാപാണ്. വാർത്താലാപ് നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നതാണ്. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം എത്രയാണ് നമ്മളുടെ ആൻസർ ഉള്ളത്? എല്ലാ ആൻസറും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? എല്ലാം പഠിക്കുക. എല്ലാ ചാപ്റ്ററും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട്. ഓക്കെ.